ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ദ 10th എപ്പിസോഡ് ഓഫ് ഒരു ഊണ്. സ്റ്റേ ഹെൽത്തി. ഇന്ന് ഊണിന് വേണ്ടിയിട്ട് 1 കിലോ ചെമ്മീനും ചക്കക്കുരുവാണ് കിട്ടിയേക്കണേ. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഊണിന്ന് റെഡിയാക്കി എടുക്കാം. ചക്കക്കുരു ചെമ്മീൻ ചാറുകറിയാക്കാം. അപ്പോൾ ചക്കക്കുരു ഞാൻ സ്ലൈസ് ചെയ്ത് ചട്ടിയിലാക്കിയിട്ടുണ്ട്. അതിലേക്ക് 7 അല്ലി വെളുത്തുള്ളിയും 1 മീഡിയം സൈസ് ഇഞ്ചി ഇടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. 1 സവാള കുഞ്ഞായി അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി യോജിപ്പിക്കണം. അതിനുശേഷം ഒരു മൂടി വെച്ച് വേണം അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റെങ്കിലും എടുത്തിട്ടുണ്ടാവും ഇത് വേകാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പകുതി പോർഷൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. നമുക്ക് ചക്കക്കുരു മെഴുക്ക് പുരട്ടി ആക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലീൻ ആക്കി വെച്ച പകുതി പോർഷൻ ചെമ്മീൻ ചേർക്കാം. അതിലേക്ക് പകുതി തക്കാളി സ്ലൈസ് ചെയ്തത്, 2 കപ്പ് വെള്ളം, ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. അരപ്പിന് ആവശ്യമായി 1 കപ്പ് ചിരകിയ തേങ്ങ, 3 കുഞ്ഞുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 2 കറിവേപ്പില, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് വെള്ളവും ചേർത്ത് പേസ്റ്റ് പോലെ മിക്സിയിൽ അരച്ചെടുക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെയായി കറിയിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ കല്ലുപ്പും കൂടി ചേർത്ത് കറി നന്നായി തിളപ്പിച്ച് 3 ടേബിൾ സ്പൂൺ വാളംപുളിയുടെ ജ്യൂസും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായി വറ്റിയിട്ടുണ്ട്, നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതിൽ കടുക് പൊട്ടിക്കാം. ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച് 4 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില, 1 പിഞ്ച് മുളക് പൊടിയും കൂടി ചേർത്ത് വഴറ്റി കറിയിലേക്ക് ഒഴിക്കാം. പകുതി പോർഷൻ ചെമ്മീൻ പൊരിക്കാനായി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഒരു വശം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതെല്ലാം മറിച്ചിടാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതെല്ലാം വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ ചെമ്മീൻ റോസ്റ്റ് പാകമായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി കോരിയെടുക്കാം. ഇതിൻ്റെ എണ്ണ ഞാൻ കളയുന്നില്ല. ഇതിലേക്ക് നമുക്ക് ചക്കക്കുരു മെഴുക്ക് പുരട്ടിയാക്കി എടുക്കാം. ഇനി പകുതി പോർഷൻ ചക്കക്കുരു നമുക്ക് മെഴുക്ക് പുരട്ടിയാക്കി എടുക്കാം. അതിന് മിക്സിയിലേക്ക് 6 കുഞ്ഞുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 4 ചുവന്ന മുളകും ചേർത്ത് അടിച്ചെടുക്കാം. എണ്ണ ചൂടായി 2 തണ്ട് കറിവേപ്പിലയും അരച്ചെടുത്ത കൂട്ടും കൂടി ചേർത്ത് നന്നായി വഴറ്റി നമ്മുടെ ചക്കക്കുരു വേവിച്ച് ചക്കക്കുരു അതിലേക്ക് ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ചെമ്മീൻ വറുത്ത എണ്ണയിലാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഒരു ഊണിന് ചൂട് ചോറിൻ്റെ കൂടെ ചക്കക്കുരു ചെമ്മീൻ കറിയും ചക്കക്കുരു മെഴുക്ക് പുരട്ടിയും ചെമ്മീൻ റോസ്റ്റും. എല്ലാവരും ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യണം. ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.